വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യവും അതുപോലെ എന്നോട് പേഴ്സണലി എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ എത്തി എന്നുള്ളത് സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇന്ന് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ മാത്രമേ, സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവില്ല. സ്റ്റാർട്ടിങ് മുതൽ പറയുകയാണെങ്കിൽ, ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് കാലഘട്ടം. ഞാനൊരു +1 +2 സമയത്താണ്. ഞാൻ എന്നെ നോക്കിയാണ് പറയുന്നത്, ക്യാമറ നോക്കിയല്ല. എനിക്ക് എന്നെ നോക്കി പറയുമ്പോഴേ ഒരു ഇത് വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ +1 +2 ടൈമിലാണ്. കൊറോണയ്ക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷമാണ് കൊറോണയ്ക്ക് വന്നത്. സോ കൊറോണയ്ക്ക് മുന്നേ എന്ന് പറയുമ്പോൾ +1 +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു സാംസങ്ങിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. ചെറിയൊരു സാംസങ്ങിൻ്റെ ഫോണായിരുന്നു. സോ ആ ഒരു സാംസങ്ങിൻ്റെ ഫോണിൽ ഞാൻ ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ആ സമയത്ത് എനിക്ക് വാട്സപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ എൻ്റെ വീട്ടുകാരോടൊന്നും പറയാണ്ട് കേട്ടോ ഞാൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ വേറൊരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മകളാണ്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഇത് ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു വരാം. ഇത് എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ആവാം, അല്ലായിരിക്കും. പക്ഷെ എൻ്റെ കാര്യമാണ്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒറ്റ മകളാണ് ഞാൻ. വേറെ എനിക്ക് ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ ഒരാളും എനിക്കില്ല. ഓക്കെ. വെച്ച് കഴിഞ്ഞാൽ അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ അനിയത്തിയോ ചേച്ചിയോ അങ്ങനെ ആരും എനിക്കില്ല. ഞാൻ ഒറ്റ മകളാണ്. വീട്ടിൽ പറയാണ്ട് എൻ്റെ വാപ്പ ആ സമയത്ത് UAE-യിലാണ്. ഇവിടെ ആയിരുന്നു. ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ. അങ്ങനെ ഞാൻ ടിക്ടോക്ക് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഞാൻ എനിക്കറിയില്ല ഇതിലെങ്ങനെയാണ് ലൈക്ക് വ്യൂസ് അതൊന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ വീഡിയോ ഇട്ടു. വ്യൂസ് വരാൻ തുടങ്ങി. എന്നെ ആൾക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ വേറൊരു കാര്യം, ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഞാനൊരു 10 വീഡിയോ ഒക്കെ ഞാൻ റീൽസ് ഷൂട്ട് ചെയ്യും. എല്ലാവർക്കും ഇപ്പോഴും എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ കൂടുതലും ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ കണ്ടന്റ് അല്ല. ഞാൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പാട്ട് ഞാൻ പാടുന്നതല്ല, വേറെ ആൾക്കാർ പാടിയ പാട്ടിനെ ഞാൻ ചുണ്ടനക്കാതാണ്. അതൊരു ആക്ടിങ് പോലെ അന്നത്തെ കാലഘട്ടത്തിൽ. ഓക്കെ. ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ കുറച്ച് റീൽസ് സാധനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. സ്റ്റാർട്ടായി. അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ ചെയ്യും. ഞാനിങ്ങനെ ഓരോ ദിവസം 2 എണ്ണോ 3 എണ്ണോ ഒക്കെ വെച്ച് പോസ്റ്റ് ചെയ്യും. അപ്പോൾ പുതിയ എൻ്റെ സ്കൂളും കോളേജും അല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് അതിൽ നിന്ന് കിട്ടി. ഒരുപാട് പേരടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലേഡീസും ബോയ്സും ഒക്കെ ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ കേട്ടോ. മോശമായിട്ടുള്ള നല്ല നല്ല സൗഹൃദങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഈ ടിക്ടോക്കിൽ ഞാൻ എല്ലാവരോടും നല്ല രീതിക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഞാൻ കണക്റ്റ് ആവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ ആദ്യമൊക്കെ ഒരു ഇതുണ്ടാവുമെങ്കിലും ഞാൻ കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഞാൻ ഭയങ്കര മിംഗിൾ ആവുന്ന ഒരു വ്യക്തിയാണ്. സോ ഞാനിങ്ങനെ ടിക്ടോക്കിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. എനിക്ക് ഒരു +1 +2 എൻ്റെ സ്കൂളിലൊക്കെ വേറൊരു സംഭവം, സ്കൂളിലൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്കും ഈ സ്റ്റാറ്റസൊക്കെ നമ്മളിടുമല്ലോ, എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. എന്തത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്. നീ എന്ത് പൊട്ടത്തരാ കാണിക്കുന്നത്, നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭയങ്കര ടിക്ടോക്ക് ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫോളോവേഴ്സും കുറച്ചും ഇതൊക്കെ ആയ സമയത്ത് എനിക്കിങ്ങനെ മെസ്സേജസൊക്കെ ആൾക്കാരൊക്കെ അയക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ അതെന്ന് പറഞ്ഞാൽ നോർമൽ കേട്ടോ. എന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു ഇതാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രായമാണല്ലോ. സോ നല്ല സൗഹൃദങ്ങൾ കേട്ടോ. ഞാൻ കൂടുതലും പെൺകുട്ടികളോടായിരിക്കും കൂട്ടുകൂടുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ. അങ്ങനെ എൻ്റെ ടിക്ടോക്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ വീട്ടുകാർ, അവസാനം എൻ്റെ വീട്ടിലൊക്കെ ഉമ്മായും ഉപ്പായൊക്കെ അറിഞ്ഞു. ഉപ്പ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഉമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ അത് ചെയ്യണ്ട, അങ്ങനെ ഇങ്ങനെ നാട്ടുകാർ അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു തുടങ്ങി. ഫാമിലീസ് അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എന്നെ വിലക്കിയിട്ടുണ്ട്, എന്നോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് മോശമാണ് എന്നുള്ളൊരു രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ സ്വഭാവമുണ്ട്. എനിക്ക് ഈ വാശി വന്നു കഴിഞ്ഞാൽ വാശി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചില നല്ല കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്കത് വേണം എന്ന് പറയുന്ന ഒരു സാധനം മാത്രമല്ല, ഇപ്പം എനിക്ക് ഇന്ന ജോലി വേണം, ഞാനത് നേടും.
ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇന്ന സാധനം വേണം, ഞാനത് എങ്ങനെയായാലും ഞാൻ നേടും. എന്ന് പറഞ്ഞാൽ മോശം വഴി കൂടെ അല്ല, ഞാൻ നല്ല രീതിക്ക് തന്നെ ഞാനത് നേടും. അതുപോലെ തന്നെ ഞാന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാണോ കളിയാക്കുന്നത് ആ കാര്യം ഞാൻ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാന് ഈ പറഞ്ഞതുപോലെ എന്നോട് വേണ്ടാന്ന് പറഞ്ഞപ്പോഴും ഇല്ല ഞാൻ ചെയ്യും എന്നുള്ളൊരു സാധനമായിരുന്നു. പിന്നെ ഉമ്മയും ഉപ്പയും അത് വിട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഒരുപാട് ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആ സമയത്ത് കൊറോണ സ്റ്റാർട്ടായി. കൊറോണ സ്റ്റാർട്ടായി തോന്നുന്നു. ആ സമയത്ത് കൊറോണ സ്റ്റാർട്ടായി. അപ്പോൾ എല്ലാവർക്കും ലോക്ക്ഡൗൺ ആയി. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഞാൻ എൻ്റെ ടിക്ടോക്കിൽ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ടിക്ടോക്കിൽ പിന്നെ വീഡിയോസ് ചെയ്ത് അവസാനം എൻ്റെ ഫോൺ എന്തോ ഹാങ് ആയി. ഫോണ് മാറ്റാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ എനിക്ക് ടിക്ടോക്കിൽ ഞാൻ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ കയറിയപ്പോൾ എനിക്ക് പ്രമോഷനൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു 1, 2 പ്രമോഷനൊക്കെ ഞാൻ ചെയ്തു എന്ന് തോന്നുന്നു. അങ്ങനെ പ്രമോഷൻ ചെയ്തു. പ്രമോഷൻ ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ പൈസ കിട്ടിയിട്ട് അന്ന് അത് ടിക്ടോക്ക് മാത്രം ടിക്ടോക്കായിരുന്നു. ടിക്ടോക്ക് കഴിഞ്ഞിട്ട് ടിക്ടോക്ക് തന്നെ ടിക്ടോക്കായിരുന്നു. അപ്പോൾ പ്രമോഷൻ ചെയ്തപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊന്നും ആ സമയത്ത് ആക്റ്റീവ് അല്ല. അപ്പോൾ ടിക്ടോക്ക് ചെയ്തപ്പോൾ എനിക്ക് ടിക്ടോക്കിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് പ്രമോഷൻ എനിക്ക് തോന്നുന്നു ക്രീമിൻ്റെ പ്രമോഷനോ അങ്ങനെ എന്തോ ആണ് ചെയ്ത് പൈസ ഇങ്ങനെ ഞാൻ ശേഖരിച്ചു വെച്ചു. പിന്നെ എൻ്റെ അതിൽ അല്ലാണ്ട് തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ തരുന്ന പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ട് ഞാനൊരു ഫോൺ എടുത്തു. വിവോൻ്റെ ഫോണാണ്. വിവോ V15 V40 അങ്ങനെ എന്തോ 14 ഏതൊരു സീരീസ് ഉണ്ട്. അങ്ങനെ ഞാൻ ആ സീരീസ് ഫോൺ വാങ്ങി. എന്നെ ഒരാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എനിക്ക് എന്തോ പോലെ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഫോൺ വാങ്ങി അതിലായി പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അപ്പം നമ്മളെ ടിക്ടോക്ക് നമ്മുടെ ഈ സമയമാണ് എന്താണ് കൊറോണ ടൈമാണ്. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അറിയില്ലേ തുടങ്ങി വെച്ചപ്പോൾ തന്നെ നമുക്ക് കഷ്ടകാലം. ടിക്ടോക്കിൻ്റെ ആ ടൈമിൽ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, എനിക്ക് കൊറോണ സമയമാണ്, എനിക്ക് ആൽബത്തിൽ അഭിനയിക്കണം. എല്ലാവരും എനിക്കറിയുന്ന 1, 2 ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നവരൊക്കെ ആൽബത്തിൽ അഭിനയിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ആൽബത്തിൽ അഭിനയിക്കണം. അപ്പം ഞാൻ അന്ന് കൊല്ലത്താണല്ലോ. ഇവരെന്താ എന്നെ ഇങ്ങനെ നോക്കണെ? ഞാൻ ലൈറ്റ് അടിക്കുന്നോണ്ടാണോ? ഓക്കെ എന്തോട്ടെ. അവിടെ ഷൂട്ട് മലപ്പുറം, കൊച്ചി ആ ഏരിയയിലാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിനയിക്കാം എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. പൊട്ടത്തരാണോ മണ്ടത്തരാണോ എനിക്കറിയില്ല. 18 വയസ്സ് പോലും ഞാൻ അന്നായിട്ടില്ല. +1 +2 17 വയസ്സ് 16 വയസ്സ്. ആ സമയത്ത് ഞാൻ പറയാണ് എനിക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉപ്പാനോട് പറയാണ് എന്നെ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ഞാൻ പോകും എന്നുള്ളതൊക്കെ. പക്ഷെ അന്നത്തെ ഇതിൽ ആ കാലഘട്ടത്തിൽ എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ അന്ന് അഭിനയിച്ച പലരും ഇപ്പൊ ഇന്ന് സീരിയൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ നമ്മുടെ ആ ഒരു ഫാന്റസി വേൾഡ് എന്ന് പറയില്ലേ, നമ്മൾ ഒന്നിൽ കേറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആയിപ്പോകുമെന്ന് പറയില്ലേ, അതേപോലെയായിരുന്നു. അല്ലാണ്ട് വേറൊന്നും അല്ല. ഞാനങ്ങനെ അതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മായും എൻ്റെ ഉപ്പായും പറയാൻ തുടങ്ങി അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വാശിയായി. പക്ഷേ എൻ്റെ വാപ്പച്ചിയും എൻ്റെ ഉമ്മയും പറഞ്ഞ് മനസ്സിലാക്കി അത് നല്ലതല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നല്ലതല്ല എന്നല്ല, അവർ പറഞ്ഞു അത് വേണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പം ഓക്കെ നമുക്ക് എങ്ങനെയുള്ളവരാ, ശരിയാണ് നമുക്ക് എങ്ങനെയുള്ളവരാണ് എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ വേണ്ട എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് ആ സമയത്ത് പൊട്ടത്തരം. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടിക്ടോക്ക് ബാനായപ്പോൾ +2 തോന്നുന്നു ടിക്ടോക്ക് ബാനായപ്പോൾ ഞാൻ എല്ലാവരും വീഡിയോ ഇടാൻ തുടങ്ങി. എല്ലാവരും ഇൻസ്റ്റയിലുണ്ട് എന്നുള്ളൊരു സാധനം പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഈ ടിക്ടോക്കിൽ കണക്ട് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്കിലിപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അവരുടെ ബയോയിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്തിട്ട് ഇട്ടിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഇനി ടിക്ടോക്ക് നമ്മുടെ ബാൻ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യാം, ഇൻസ്റ്റയിൽ വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ എല്ലാ അപ്ഡേറ്റും അതിലുണ്ടാവും. പിന്നെ കുറേ ആൾക്കാർ യൂട്യൂബ് ചാനൽ കൊടുക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെ ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ട് അന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ആയിട്ട് ഞാൻ അങ്ങനെ കണക്ട് ചെയ്തു.
കണക്ട് ചെയ്തിട്ട് ഞാനും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുമെന്ന് തോന്നുന്നു. ഞാനും ഇനി ഇൻസ്റ്റയിൽ ഉണ്ടാവില്ല, അല്ല സോറി, ഇൻസ്റ്റയിൽ ഉണ്ടാവും, അതുപോലെ യൂട്യൂബ് ചാനലും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ആൾക്കാർ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. കാരണം അന്ന് എനിക്ക് 100K എന്തോ ടിക്ടോക്കിൽ മേലെയുണ്ട്. അതുപോലെ 1 പോയിന്റ് സംതിങ് മില്യൺ എനിക്ക് അന്ന് കുറച്ചായിട്ടുള്ളെങ്കിൽ പോലും എനിക്ക് അത്രയും നല്ല രീതിക്ക് ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ പറയുന്നത്, അന്നും ആരുമില്ല. വേറൊരു കാര്യം എനിക്കിതിൽ പറയാനുണ്ട്. പലരും വിചാരിക്കണത് ഞാൻ ഫേമസ് ആയത് വേറെന്തോ ആൾക്കാർ, അങ്ങനെയല്ല. ഈ ഫോളോവേഴ്സും ലൈക്കും ഒക്കെ എനിക്ക് ആ സമയത്ത്, ആരും ഇല്ലാത്ത സമയത്ത് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഷ്ടപ്പെട്ട്. അപ്പോൾ ഈ 100K ഉണ്ടാക്കിയത് ഞാൻ ആ സമയത്ത് കഷ്ടപ്പെട്ട്, ലൈക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് ആ സമയത്ത് ഞാൻ 100K ആക്കിയിട്ടുണ്ട്. 100K മേലെ ടിക്ടോക്കിലാക്കിയിട്ടുണ്ട്. അന്ന് ഇപ്പം എല്ലാവരും പറയും ഇൻസ്റ്റയിൽ, അല്ല ടിക്ടോക്കിൽ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ UAE കിട്ടുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്ന കാര്യം എന്താണ്, ടിക്ടോക്കിൽ ആൾക്കാരിരിക്കുന്നത് എല്ലാം അമ്മാവന്മാരാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെയല്ല, അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്നെ അത്രയും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെ സോ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇൻസ്റ്റഗ്രാം അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻസ്റ്റയിൽ ഈ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് വന്നു. എൻ്റെ ബാൻ ആയിപ്പോയായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും ടിക്ടോക്ക് ബാൻ ആയിപ്പോയി. അന്നൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നല്ലോ. കുറേ ആൾക്കാർ കയറി വന്ന സമയത്തൊക്കെ, ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാർ കയറി വന്ന പോലെയാണ് അന്ന് ആ കാലഘട്ടത്തിൽ നമ്മുടെ ടിക്ടോക്കിൽ കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ കയറി വന്ന ആൾക്കാർ പെട്ടെന്നൊരു സംഭവം പോകുമ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട്, എനിക്കത്ര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ കണ്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ഇട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു ഒരു എന്താ പറയുക, ഫ്രീ ടൈമിൽ ഇടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് എന്നുള്ളൊരു സാധനം, കുറേ ആൾക്കാരെ നമ്മൾ നല്ല രീതിക്ക് നല്ലത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റയിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇൻസ്റ്റ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ, അപ്പം ഞാൻ പറയട്ടെ, ഒരുപാട് ആൾക്കാർ എന്നെ എൻ്റെ ചുറ്റിനും ഇരുന്നിട്ട്, എൻ്റെ കുടുംബക്കാർ, അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത്, നീ ഒരിക്കലും കൂട്ടുകൂടരുത്. ആ സമയത്തൊക്കെ എനിക്ക് ഒരു റിലേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് എൻ്റെ ഫാമിലീസൊക്കെ ഇരുന്നിട്ട്, എൻ്റെ അപ്പം നമ്മളെയൊക്കെ വീട്ടിൽ അങ്ങനെയാണല്ലോ, ഞാൻ ഒറ്റ മോളാണ്. അപ്പം എൻ്റെ ഫാമിലീസ് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യരുത്, അത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇനി ഒരിക്കലും ടിക്ടോക്കേഴ്സ് വീഡിയോ ചെയ്യാനേ പാടില്ല, അങ്ങനെയാണ്. ചിലപ്പോൾ അവർ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മുടെ ഒരു മൈൻഡിൽ ഇങ്ങനെ ഇൻജെക്റ്റ് ആവുന്നത്, അതെന്താ നമ്മൾ ചെയ്താൽ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച്, എനിക്ക് ആ ടൈമിൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാനിങ്ങനെ കൂളായിട്ട് ഞാൻ ഇങ്ങനെ പോയി. അങ്ങനെ അങ്ങനെ എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ള ഒരാൾക്കാരുണ്ട്. എന്നോട് ഒരിക്കലും ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. എൻ്റെ ഉമ്മാനെയും എൻ്റെ ഉപ്പാനെയും വിളിച്ചിട്ട് കുറേ ആൾക്കാര്, അവളെന്താണ് കാണിക്കുന്നത്? അവൾക്ക് ഇത് കാണിച്ചിട്ട് എന്താണ് കിട്ടാൻ എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ട്. സോ അതൊക്കെ നമ്മള് കേൾക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഉമ്മായും ഉപ്പായും അതൊക്കെ കേട്ടിട്ട് എന്നോട്, എൻ്റെ ഉപ്പ അധികം അങ്ങനെ പറയുന്നൊരു വ്യക്തിയല്ല. അപ്പോൾ ഓക്കെ, മോൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ എന്നുള്ള സാധനം. എൻ്റെ ഉമ്മ പക്ഷെ ദുഷ്ടത്തി അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒരാളുണ്ടാവുമല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറയും അങ്ങനെയല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും പിന്നെ അങ്ങനെ പോയി. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് വന്നു. ഇൻസ്റ്റയിൽ ഞാൻ ഇതേപോലെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞാൻ ഏർണിങ്സ് ഉണ്ടാക്കുന്നത് ടിക്ടോക്കിലായിരുന്നു. ടിക്ടോക്കിൽ ഉണ്ടാക്കി ഞാനൊരു സ്റ്റാർട്ടിങ് 1000 ആണ് ഞാൻ, സോറി, 1000 ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ദർഹംസ് പറഞ്ഞ് അങ്ങനെ വരുന്നതാണ്. ഓക്കെ, 1000 ഞാൻ നാട്ടിലെ മേടിച്ചു തുടങ്ങി. ഞാൻ ടിക്ടോക്കിൽ നിന്ന് ഇൻസ്റ്റയിൽ വന്നപ്പോഴത്തേക്കും അതേപോലെ പ്രൊമോഷൻസ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ എനിക്ക് പ്രോഡക്റ്റുകൾ, ഡ്രസ്സ്, അത് ഇതൊക്കെ അയച്ചു തരാൻ തുടങ്ങി. ജുവലറീസ്, ഒരുപാട് ഐറ്റംസ് ഒക്കെ അയച്ചു തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഇൻസ്റ്റയിൽ ഏർണിങ്സ് വരാൻ തുടങ്ങി. അപ്പോൾ അതെൻ്റെ ഉമ്മായും ഉപ്പായും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുള്ള ഒരു മിഠായിയെങ്കിലും, അന്ന് ആ സമയത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണല്ലോ, നമുക്ക് ഒന്ന് എന്തെങ്കിലും മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ആ സമയത്ത് ഞാനും അതേപോലെ ആയിരുന്നു. ഞാനും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഏർണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അന്നൊന്നും അത്ര സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിച്ച് പോകാമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ സേവ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡിഗ്രിയൊക്കെ ആയി. പിന്നെ ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ ഇൻസ്റ്റയിൽ വന്നു. ഇൻസ്റ്റയിൽ എൻ്റെ
എൻ്റെ +2 കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് കേറി. കോളേജിലേക്ക് കേറി കഴിഞ്ഞപ്പോൾ ഞാന് നേരെ എന്ത് ചെയ്തു, കോളേജിലേക്ക് കേറി. കോളേജിൽ ഞാനൊരു കേറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ യൂട്യൂബിലും ഞാനിങ്ങനെ ഫോളോവേഴ്സ് ആയി വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ആയി വരുന്നത് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പലരും അതെനിക്കിനി പറയാനുണ്ട്. പലരുടെയും വിചാരം ഞാനത് കൂടുതൽ പറയുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് പറയണം തോന്നി. ഇപ്പഴും കുറെ കമന്റ്സ് വരുന്നത് കൊണ്ട് പറയുന്നതാണ്. എന്നാലും ഞാനൊരു കാര്യം പറയാം. ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എൻ്റെ സോഷ്യൽ മീഡിയ. നമ്മളിപ്പോ ഒരു സംഭവം, ഒരു ചെടിക്ക് ചെടി നട്ടു. എക്സാമ്പിൾ ചെടി നട്ടു. ആ ചെടി നമ്മൾ നട്ടു എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ചെടി വളരില്ല. അതിനെ കെയർ ചെയ്യാതിരുന്ന അങ്ങനെ വളരുന്ന ചെടികൾ ഉണ്ടാവാം ചിലപ്പോ. പക്ഷേ ചില ചെടികള് നമ്മള് ഇപ്പൊ ഒരു റോസാപ്പൂ കൊണ്ടുവന്ന് നട്ടു. നട്ടിട്ട് നമ്മൾ അതിനെ കെയർ ചെയ്യാണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് നിന്ന് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യാ? അത് വളരില്ല. നമ്മളപ്പോ അതിന് വേണ്ട കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതെ സോറി. അതേപോലെയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം തുറന്നിട്ടു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഫോളോവേഴ്സും ഈ പറഞ്ഞതുപോലെ ആൾക്കാരെന്നെ അറിയണം എന്നില്ല. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാല് എൻ്റെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഞാൻ അന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും ഫോട്ടോസും എൻ്റെ റീൽസും കാര്യങ്ങളും പ്രമോഷൻസും ഒക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം വളർന്നു വന്നത്. ആദ്യം ഞാനൊരു ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് എനിക്ക് ആദ്യമായിട്ട് തുടങ്ങിയ ഇൻസ്റ്റഗ്രാം ആ പറഞ്ഞ ടിക്ടോക്കിൻ്റെ കഴിഞ്ഞ സമയത്ത് തുടങ്ങിയ ഇൻസ്റ്റഗ്രാം എൻ്റെ യൂസർ നെയിം ഞാൻ എന്തോ മറന്നു പോയിട്ട് അത് പോയായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് തുടങ്ങിയതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ അക്കൗണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കേറി വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 1 വീക്ക് കൊണ്ടൊക്കെ 1 മന്ത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ആയിരുന്നു. അത് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ അന്ന് അവിടെ ഇട്ടിരുന്നെങ്കിൽ പലരും പറയുന്നുണ്ട്, പലരും കാരണമാണ് എന്നെ അറിയപ്പെട്ടത്, പലരും കാരണമാണ് ഞാൻ ഫേമസ് ആയത് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ ഒരു ഉള്ളിലുണ്ട്. ഞാനത് പറഞ്ഞു തരാം. ജസ്റ്റ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കായാലും വേണമെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു സാധനം ഈ പറഞ്ഞതുപോലെ തുടങ്ങി വെച്ചിട്ട് നമ്മളത് അവിടെ ഇട്ടിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ അറിയില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് ഈ പറയുന്ന പോലെ എല്ലാവരും അറിഞ്ഞത്. ഓക്കെ, ഇത് ഇന്ന ആളാണ് എന്നറിയുന്നത്. അതേപോലെ തന്നെയാണ് എന്നെ നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. സോ അതുകൊണ്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരാളുടെ ഇത് അങ്ങനെ മാത്രല്ല. നമ്മളൊരിക്കലും ഫേമസ് ആവണം അങ്ങനെയല്ല. നമ്മളൊക്കെ ഒരു 10 ആൾ അറിയണം എന്നുള്ളൊരു മൈൻഡ് ഇപ്പൊ ഏതൊരു സോഷ്യൽ മീഡിയ തുടങ്ങുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും അറിയും. മനസ്സിലുണ്ടാവും. ഇപ്പം എനിക്ക് എന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് എന്നെ ഒരു 10 ആൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള ഒരു സംഭവം. സിനിമാ നടന്മാരൊക്കെ പോയി ഫോട്ടോ എടുക്കുന്ന പോലെ എന്നോട് വന്നിട്ട് ആരെങ്കിലും മിണ്ടുകയും സംസാരിക്കുക ഫോട്ടോ അങ്ങനെ ഏതൊരു മനുഷ്യനാണെങ്കിലും ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്തും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്നെ അറിയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഇൻസ്റ്റ തുടങ്ങുന്നതിന് മുമ്പേ ടിക്ടോക്കിലുള്ളപ്പോൾ തന്നെ എന്നോട് വന്നിട്ട് മിണ്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ഒരാള് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല, നമ്മൾ നമ്മുടേതായ രീതിയിൽ കയറി വരണം. നമ്മൾ ഒരിക്കലും പോയിട്ട് നമുക്ക് ഫേമസ് ആവണം കേട്ടോ, നമ്മൾ ഫേമസ് ആണ് എന്ന് പറഞ്ഞിട്ടല്ല. അത് ചില ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാരുടെ കമന്റ് ബോക്സ് ഇപ്പോഴും എൻ്റെ ഈ ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആ ആളുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അതൊരു തെറ്റാണ്. അത് ഞാൻ മാത്രമല്ല, പല ആൾക്കാരും അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളിപ്പം എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഒരാളുടെ കഷ്ടപ്പാടുണ്ട് ഒരാൾ വളർന്നു വരാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരിക്കലും ആൾ വളർന്നു വരില്ല. അത് വേറൊരു കാര്യം. പിന്നെയുള്ളത് ഓക്കെ. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങി. ഇൻസ്റ്റയിൽ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാം വെറുതെ അപ്പം എൻ്റെ വീട്ടുകാരോട് തന്നെ ഞാനത് പറയാൻ തുടങ്ങി. ഓക്കെ, എൻ്റെ വീട്ടുകാരോട് ഞാൻ ആ സമയത്ത് യൂട്യൂബും ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്, ഇൻസ്റ്റയും ഞാൻ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ടിക്ടോക്ക് ഓൾറെഡി ബാൻ ആയല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ കഴിയാറായപ്പോൾ തന്നെ അത്യാവശ്യം എനിക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കിക്കോളൂ. അതിൽ ഞാൻ എൻ്റെ ഒരു UAE ജേർണിയിൽ ഞാൻ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയായിരുന്നു ഇവിടെ ജോലിക്ക് കയറിയെന്നൊക്കെ ഉള്ളത്. അതിന് മുമ്പേ ഞാൻ എന്തൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഞാൻ പറയാം. ഞാൻ മേക്കപ്പും ഞാൻ ആ ഒരു ഡിഗ്രി ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതോടൊപ്പം
ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതും ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നു. ഞാൻ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുന്നു. അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് കയറി വരുന്നു. ആദ്യത്തെ എൻ്റെ യൂട്യൂബ് മണി എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് പറയാവുന്നറിയില്ല, 9,000-നും 10,000-നും ഇടയിലുള്ള ഒരു എമൗണ്ടാണ് എനിക്ക്, നാട്ടിലത്തെ എമൗണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഏണിങ്സ് ഉണ്ടായി. ഞാൻ അന്ന് ആ സമയത്ത് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്തോ സംഭവം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ അവൾ നല്ല രീതിക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരും അത് കാണാൻ തുടങ്ങി. എൻ്റെ വീട്ടുകാരും ഞാൻ ഇടുന്ന വീഡിയോസ് കാണാൻ തുടങ്ങി. എൻ്റെ ഉപ്പയാണ് കാണാൻ തുടങ്ങിയത്. എൻ്റെ ഉമ്മക്ക് അപ്പോൾ ടച്ച് ഫോൺ ഉണ്ടായിരുന്നില്ല, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് ഫോൺ അതുണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ ഉള്ള ഫോൺ, ഉമ്മാൻ്റെ നോർമൽ ഒരു ഫോണായിരുന്നു, കീപാഡ് സെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് ഞാൻ ജസ്റ്റ് ഉമ്മാക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് ഉമ്മ അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വാപ്പ കാണുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഓക്കെ, എൻ്റെ വാപ്പച്ചനും നല്ല വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ അപ്പോഴും ഞാൻ ഈ പൈസ ഉണ്ടാക്കണമെന്ന് അറിഞ്ഞിട്ടും ആൾക്കാർ എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും അവൾ എന്താ ചെയ്യുന്നത്, അവൾ അങ്ങനെ ചെയ്യുന്നു, അവൾ ഇങ്ങനെ ചെയ്യുന്നു, അവൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അവൾ തട്ടമിടുന്നില്ലല്ലോ, അവൾ അത് അവരുടെയൊക്കെ പ്രശ്നം എന്താ? ഞാനപ്പോൾ എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും ചോദിച്ചു അവരുടെയൊക്കെ പ്രശ്നം മെയിനായിട്ട് എന്താ? ഓക്കെ, ഞാൻ തട്ടിട്ടു എന്ന് വിചാരിക്കുക. ഞാൻ അതിനെ ഒരിക്കലും നെഗറ്റീവ് പറയുന്നതല്ല. അവരുടെ പ്രശ്നം തീരും ഇല്ല. അവരുടെ പ്രശ്നം, അവരുടെ വീട്ടിലുള്ള പ്രശ്നം തീർക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ മറ്റുള്ളവരുടെ വീട്ടിൽ, ഇപ്പം നിങ്ങൾ ഈ ചില നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരെ, നിങ്ങളെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിനെക്കാട്ടിയും മുന്നേ മറ്റുള്ളവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനാണ്. അത് മലയാളികൾക്ക് ക്യൂരിയോസിറ്റിയാണ്. അത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ അവരെങ്ങനെ നെഗറ്റീവ് ആക്കണ രീതിയിൽ ക്രൂശിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു തെറ്റാണെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നു. അതെൻ്റെ ഉമ്മായും ഉപ്പായും അവരോട് പറയുന്നു. അത് എന്താണ്, എന്നാലും അങ്ങനെയല്ലല്ലോ, പെൺകുട്ടികൾ മുഖം കാണിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു എൻ്റെ ഉപ്പ പറയുന്നൊരു കാര്യം അവൾ അവളുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഉമ്മക്ക് ഏതൊരു വ്യക്തിക്കാണെങ്കിലും, എൻ്റെ ഉമ്മാക്കാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും, എൻ്റെ മോള് മോശമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളൊരു. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് ആ പേടിയും കാര്യങ്ങളൊക്കെ മാറി ഓക്കെ ആയി. അങ്ങനെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടുന്നു, എനിക്ക് പ്രൊമോഷൻസ് കിട്ടുന്നു, ഞാൻ പോയി ചെയ്യുന്നു, എൻ്റെ വീട്ടിലേക്ക് പ്രോഡക്റ്റുകൾ വരുന്നു, ഞാൻ വീഡിയോ ഇടുന്നു, ചെയ്യുന്നു, എൻ്റെ ഉമ്മായൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് പൈസ കിട്ടുന്നു, എൻ്റെ സ്വന്തം കാര്യം ഞാൻ നോക്കുന്നു. എൻ്റെ ഒരു കാര്യത്തിനും ഒരു ഇതിനും വേണ്ടിയിട്ട് ഞാൻ അവരെ എൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കാറില്ല. ഫുഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നോർമലി എൻ്റെ ഉമ്മ വെച്ചിരുന്നു അതും ഞാൻ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ലിപ്സ്റ്റിക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മേടിക്കണം, എൻ്റെ ഉമ്മാക്കൊരു ഡ്രസ്സ് മേടിച്ച് കൊടുക്കണം, അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ വിളിച്ച് പറയുന്നതല്ല കേട്ടോ, ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി എൻ്റെ ആ ഒരു ഏജിൽ. അപ്പോൾ അതൊക്കെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ പറയുക, കൂടുതൽ വീഡിയോസും ഇടാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ഫോളോവേഴ്സ് എന്നിലേക്ക് എത്തി. കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളും എന്നെ ഫോളോ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എനിക്ക് മെസ്സേജ് വരൽ തുടങ്ങി. ഞാൻ വീഡിയോസ് കാണലുണ്ട്, നല്ല രസമാണ്, നിങ്ങൾ വീഡിയോസ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഡെയിലി ഇടണം എന്നുള്ള മെസ്സേജ് വരാൻ തുടങ്ങി. ഞാൻ അവരുടെ വീട്ടിൽ ആരും അല്ലായിരുന്നിട്ട് പോലും അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കാണാൻ വേണ്ടി പറ്റി. എൻ്റെ ഉമ്മായും കാണാൻ തുടങ്ങി, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയി കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ, ഞാൻ ഹാപ്പി ആയി. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ജേണി എന്ന് പറയുന്നത്. ഒരുപാട് പേര് എന്നെ ഇപ്പോഴും ക്രൂശിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് എൻ്റെ വളർച്ചയിൽ അവൾ എന്താ ചെയ്യുന്നത്, അവൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാൻ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരോട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ അവർ നമ്മളെ നമ്മളൊരാൾ നന്നാവുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല മറ്റുള്ളവർ. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ, നമ്മളെ അത്രയും സ്നേഹിക്കുന്നവർ മാത്രമേ നമ്മൾ നന്നാവുന്നത് ഇഷ്ടപ്പെടുള്ളൂ.
അല്ലാത്ത ഒരു വ്യക്തികൾക്കും നമ്മൾ നന്നാവുന്നതോ നമ്മൾ 10 പൈസ ഉണ്ടാക്കുന്നതോ ഒരു വ്യക്തിക്കും ഇഷ്ടപ്പെടില്ല. ഞാനത് എഴുതി വെച്ച് തരാം. നമ്മൾ ഇന്നൊരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇന്നൊരു സോഷ്യൽ മീഡിയയിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ഒരാളെങ്കിലും വന്ന് നെഗറ്റീവ് പറയുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഒരു നെഗറ്റീവ് വീഡിയോ കമൻറ്റ് സെക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ അതിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. നിങ്ങളത് മോശമായിട്ടല്ല ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടാണ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന നിങ്ങളുടെ പാരൻസിനോടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടോ നിങ്ങളത് ചോദിക്കുക. ഓക്കെ, ഇന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അവരുടെ സജഷൻ മാത്രമാണ് ചോദിക്കുക. അല്ലാണ്ട് അവർ ഞാൻ ചെയ്യട്ടെ ചെയ്തോട്ടെ എന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കുക. നിങ്ങൾക്കൊരു പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്കൊരു ആക്ടിങ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ഓക്കെ പോട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളത് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടി വ്ളോഗർ ആവാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് പോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന കൺമഷി എന്തായിക്കോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക. പതിയെ പതിയെ നിങ്ങൾക്ക് പ്രമോഷൻസും നിങ്ങൾക്ക് പൈസയും നിങ്ങൾക്ക് ഏണിങ്സും എല്ലാം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ ചുറ്റിനും കുറ്റം പറഞ്ഞ ആൾക്കാർ അന്ന് നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഓക്കെ ഇത് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ പറയാൻ വരും. മോശം ഒരിക്കൽ പറഞ്ഞവര് ഒരു നല്ലത് പറയാൻ വേണ്ടി ഒരിക്കൽ വന്നിരിക്കും. എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ കുറ്റം പറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരെ മറ്റുള്ളവരോട് ഇന്ന് അവൾ 10 പൈസ ഉണ്ടാക്കുന്നു, അവൾ അത് മേടിക്കുന്നു, ഇവൾ ഇത് മേടിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ ചെവിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. ഒരാളെ നോക്കി നമ്മൾ ജീവിച്ച് കഴിഞ്ഞാൽ അവര് കൊണ്ടു തരില്ല പൈസ. നാട്ടുകാർ കൊണ്ടു തരില്ല. ഈ കാണുന്ന ഒരു വ്യക്തികളും കൊണ്ടു തരില്ല നിങ്ങൾക്ക് പൈസ. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ സമ്പാദിക്കണം, അല്ലേ? നിങ്ങൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ആകെ വിഷമം വരുന്നത് നിങ്ങളുടെ പാരൻസിനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന വ്യക്തിക്കായിരിക്കും. അല്ലാണ്ട് ഒരാൾക്കും നിങ്ങൾക്കൊരു മോശം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും, ഞാൻ പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇന്നൊരാളെ ക്രൂശിച്ച് ഒരാളെ ഇതാക്കുന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് വേറൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വാർത്തയും പിടിച്ചു പോകും. അതുപോലെ തന്നെയാണ് നമ്മളെ നാട്ടുകാരും. ഇന്ന് നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നുണ്ടെങ്കിൽ നാളെ അവർ വേറൊരാളെ കുറിച്ചിട്ട് മോശം പറയും. അവർക്ക് ഇന്ന ആള് മാത്രമെന്നില്ല. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും ഞാൻ പറയും, നമ്മളെ നാട്ടുകാരും നമ്മുടെ സോഷ്യൽ മീഡിയ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവരും ഒരുപോലെ. കാരണം എന്ന് വെച്ചാൽ അവരെല്ലാവരും നമ്മളറിയാത്ത ആൾക്കാർ, അപ്പോൾ സോഷ്യലായിട്ട് ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഞാൻ ആ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഇന്ന ആൾ സമ്മതിക്കുന്നില്ലേ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പല ഡയറക്ടേഴ്സും പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരാളെ വിളിച്ച് കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് അഭിനയിച്ചിട്ട് ഓക്കെ ഇത് നല്ലതാണെങ്കിൽ അങ്ങനെ എടുക്കും. ഇപ്പം അങ്ങനെയല്ല. ഇൻസ്റ്റഗ്രാമിൽ അവർ കണ്ടന്റ് വീഡിയോ അഭിനയിച്ചിടുന്ന വീഡിയോ കണ്ടിട്ട് അങ്ങനെ നോക്കിയിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇന്ന് സിനിമയിൽ, അല്ലേ? അതാ പറയുന്നത്, ഒരുപാട് സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്നും നല്ലതാണ്. ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, എന്നെ ഒരുപാട് മോശം പറയുന്ന ആൾക്കാരോട്, അവരോടൊക്കെ എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. കാരണം നിങ്ങൾ മോശം പറഞ്ഞാലും എനിക്കത് ഏറ്റവും കൂടുതൽ ഓക്കെ, ഇന്ന് അവരത് പറഞ്ഞു, എന്നാൽ എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഇനിയും വീഡിയോസ് ഇടണം, ഇനിയും വീഡിയോ ഇടണം എന്നുള്ളത്, നല്ല രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എനിക്ക് വീഡിയോ ഇടണം എന്ന് തോന്നുന്നു. നിങ്ങൾ മോശം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർത്തിപ്പോകാൻ തോന്നില്ല. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് പറയുന്നത്, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല. എന്നെ അറിയാത്ത, എന്നെ കാണാത്ത, എന്നോട് മിണ്ടാത്ത ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരോടും എനിക്ക് നന്ദിയാണ്. അവരും കാരണമേ ഞാൻ നന്നായി പോകത്തുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോ ഇടണം എന്ന് എനിക്ക് തോന്നുള്ളൂ, അവരുടെ സപ്പോർട്ട് കാരണം. ഒരിക്കലും ഇടരുത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിങ്ങൾ വീഡിയോ ഇടുന്നത് ഞാൻ നിർത്തിപ്പോവാനാണ് നിങ്ങൾ വിചാരിച്ചിട്ടാണ് എനിക്ക് ഓരോ കമൻറ്റ് മോശം ഇടുന്നതെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടത്തേ ഉള്ളൂ. ഞാൻ ഇനിയും ഉയരങ്ങളിലെത്തത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. സോ എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. സോഷ്യൽ മീഡിയ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ UAE എത്തിയിട്ടുണ്ട്. എൻ്റെ ജേർണി ഞാൻ ഓൾറെഡി യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്.
എങ്ങനെയാണ് ഞാൻ യുഎഇയിൽ എത്തിയത്, ജോബിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ജോലിക്ക് കയറിയെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ 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 ഒരു ജേണി, യുഎഇ ജേണി, ജോബ് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾക്കത് കാണാം. ഇത് എൻ്റെ സോഷ്യൽ മീഡിയ ജേണി എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് കാണണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം പോലെ ഈ വീഡിയോ ഇരുന്ന് കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടെല്ലാം എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ